പ്രിയമുള്ളവരെ, യാക്കോബിന്റെ ലേഖന പഠനത്തിന്റെ 16-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം 15-ാമത്തെ എപ്പിസോഡിൽ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ നാവിന്റെ 3 വിധ പ്രത്യേക ഉപയോഗക്രമങ്ങൾ അതേക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതായത് അത് നിയന്ത്രിക്കുന്ന നാവ്, നശിപ്പിക്കുന്ന നാവ്, സന്തോഷിപ്പിക്കുന്ന നാവ്. ഇന്ന് അതിന്റെ പ്രായോഗികമായിരിക്കുന്ന ആപ്ലിക്കേഷനാണ് യാക്കോബ് 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. അത് സൂചിപ്പിക്കാനാണ് ഈ പഠനത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ യാക്കോബിന്റെ ലേഖനത്തിലെ അതിപ്രധാനമായിരിക്കുന്ന ഒരു പഠന വിഷയമാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഇവിടെ യാക്കോബ് തന്നെ പറയുന്നു, നിങ്ങൾ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ അവൻ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ, അവന് നൽകുമല്ലോ. നമുക്ക് ആവശ്യമായിരുന്ന സ്വർഗീയ ജ്ഞാനം, അറിവ് പലപ്പോഴും നമുക്ക് പലവിധ മാർഗങ്ങൾ കൂടെ സമ്പാദിക്കാറുണ്ട്. TV, റേഡിയോ, ടെലിവിഷൻ, ഇന്റർനെറ്റ്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ, വർത്തമാന പത്രങ്ങൾ, മാഗസിനുകൾ, ഇതുവഴിയൊക്കെയായി ധാരാളം അറിവുകൾ നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും. എന്നാൽ ജ്ഞാനം എന്ന് പറയുന്നത് കേവലം അറിവല്ല. അത് നാം അക്യുമുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള അറിവിനെ യഥാസമയം ദൈവമഹത്വത്തിനായി ഏറ്റവും പ്രയോജനപ്പെടുത്തക്ക നിലയിൽ ഉപയോഗിക്കാനുള്ള ദൈവികമായ കഴിവാണ്. അറിവുള്ള എല്ലാവർക്കും ജ്ഞാനം ഉണ്ടായിരിക്കണം എന്നല്ല. ജ്ഞാനികൾക്ക് പലപ്പോഴും വലിയ അറിവിന്റെ സമാഹാരവും ഉണ്ടായിരിക്കണം എന്നില്ല. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നു, വലിയൊരു പട്ടണം, അതിലൊരു ചെറിയ ജ്ഞാനിയായ മനുഷ്യൻ ജീവിച്ചിരുന്നു. ആ പട്ടണത്തിന് നേരെ ചില രാജാക്കന്മാർ യുദ്ധസന്നാഹവുമായി വന്നു. എന്നാൽ ആ ജ്ഞാനിയായ മനുഷ്യൻ തന്റെ ചെറിയ ജ്ഞാനം കൊണ്ട് ആ പട്ടണത്തെ രക്ഷിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അറിവിന്റെ സമാഹാരമല്ല, നൽകപ്പെട്ട അറിവ് പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കുവാനുള്ള നമ്മുടെ കഴിവിനെയാണ് വാസ്തവത്തിൽ ജ്ഞാനം എന്ന് പറയുന്നത്. നമ്മൾ പല ആളുകൾക്കും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ആത്മീക ജീവിതം, സഭാ ജീവിതത്തിലും ശരിയായ നിലയിൽ ജ്ഞാനത്തെ വിനിയോഗിക്കുവാനായിട്ട് കഴിയാതെ പോകുന്നു. പലപ്പോഴും നമ്മൾ ഈ ജ്ഞാനത്തിന്റെ ശരിയായ ഉറവിടം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ, ഗ്രഹിക്കാൻ കഴിയാതെ തെറ്റായ നിലയിൽ നമ്മൾ മുമ്പോട്ട് പോകാറുണ്ട്. ഇവിടെ ഈ ഒരു വിശ്വാസി യഥാർത്ഥമായ ജ്ഞാനം എങ്ങനെയാണ് അവന്റെ ജീവിതത്തിൽ പ്രാപ്യമാക്കുവാൻ കഴിയുക എന്നതിലേക്ക് ഉള്ള നിർദ്ദേശങ്ങൾ, പ്രായോഗിക നിർദ്ദേശങ്ങൾ യാക്കോബ് നൽകുന്നുണ്ട്. ശരിയായ ജ്ഞാനവും ശരിയല്ലാത്ത ജ്ഞാനവും 2 തലങ്ങളിലായി യാക്കോബ് അതിനെ തിരിക്കുന്നു. 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ എന്താണ് തെറ്റായ ജ്ഞാനം എന്ന് പറഞ്ഞിട്ട് ബാക്കി 17ഉം 18ഉം വാക്യങ്ങളിൽ എന്താണ് ശരിയായ ജ്ഞാനം എന്ന് യാക്കോബ് പറയുകയാണ്. തെറ്റായ ജ്ഞാനം എന്ന് പറയുന്നത് വാസ്തവത്തില് നമ്മുടെ ജീവിതത്തിൽ കയ്പിന്റെ അനുഭവവും വിദ്വേഷ അനുഭവവും അസൂയയും അത് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നാം പലപ്പോഴും പെരുമാറിയാൽ നാവുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? കയ്പായ കാര്യങ്ങൾ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ സഹോദരന്മാരെ, ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് യോഗ്യമല്ല. ഉറവിന്റെ ഒരേ ഉദരത്തിൽ തന്നെ കയ്പും മധുരവും പുറപ്പെടുകയോ. തെറ്റായ ജ്ഞാനത്തിന്റെ ഒരു ശരിയായ വിശദീകരണമാണ് അസൂയ, കയ്പേറിയ വിദ്വേഷ മനോഭാവം. ഇതൊക്കെ ഹൃദയത്തിൽ താലോലിക്കുന്ന ആളുകൾ തെറ്റായ ജ്ഞാനം പ്രയോഗിക്കുന്ന ആളുകളാണ്. തെറ്റായ ജ്ഞാനം ഈ ലോകത്തോട് ബന്ധപ്പെട്ടതാണ്, ലൗകികതയോട് ബന്ധപ്പെട്ടതാണ്. ലോകം, ജഡം, പിശാച് എന്നിവയോട് ബന്ധപ്പെട്ടതും അവയിൽ നിന്ന് അതിന്റെ ശക്തി ലഭിക്കുന്നതുമായ ഒന്നാണ് തെറ്റായ ജ്ഞാനം എന്ന് പറയുന്നത്. അത് നമ്മെ സംബന്ധിച്ച് വാസ്തവത്തിൽ ഭൂഷണമല്ല. നമ്മുടെ ജീവിതത്തിൽ അസൂയ, ഭിന്നത, അതുപോലെ തന്നെ ആശയക്കുഴപ്പങ്ങൾ, ഇതൊക്കെ സഭാജീവിതത്തിലോ വ്യക്തിപരമായ ആത്മീയ ജീവിതത്തിലോ ഉണ്ടായാൽ അതിന്റെ പ്രേരക ശക്തി
തെറ്റായ ജ്ഞാനം ആണെന്നാണ് യാക്കോബ് ഇവിടെ പറയുന്നത്. ഇനി ശരിയായ ജ്ഞാനം എന്നാണ് നോക്കാം. അതിന്റെ 17ഉം 18ഉം വാക്യങ്ങൾ. ശരിയായ ജ്ഞാനത്തിന്റെ 9 പ്രത്യക്ഷമായ അടയാളങ്ങൾ യാക്കോബ് ഇവിടെ പറയുന്നുണ്ട്. അത് ആദ്യമായി അദ്ദേഹം പറയുന്നത് അത് നമ്മുടെ അനുദിന ജീവിതത്തിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ മനോഭാവങ്ങളിലും പ്രകടമായി വരുന്ന ഒന്നാകുന്നു എന്ന് താൻ പ്രസ്താവിക്കുന്നു. അത് 9 ന്യായങ്ങൾ അല്ലെങ്കിൽ 9 ലക്ഷണങ്ങൾ ശരിയായ ജ്ഞാനത്തിന്റെ പറഞ്ഞിട്ടുണ്ട്. ആ ലക്ഷണങ്ങൾ മാത്രം പറയാനേ എനിക്ക് ഈ വീഡിയോയിൽ സാധിക്കുള്ളൂ. നമ്പർ 1, ഇറ്റ് കംസ് ഫ്രം ഗോഡ് ബൈ ദ സ്പിരിറ്റ്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമാണ്. അതാണ് ശരിയായ ജ്ഞാനം എന്ന് പറയുന്നത്. അതിന്റെ 17ആം വാക്യം നോക്കുക. രണ്ടാമത് പറയുന്നത് ഈ യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് വിശുദ്ധമാണ്. അതിന്റെ സ്വഭാവം പരിശുദ്ധിയാണ്. സ്വർഗത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം അത് വിശുദ്ധമാണ്, അത് പരിശുദ്ധമാണ്. അതിനകത്ത് യാതൊരു തെറ്റുമില്ല. അതായത് ദൈവത്തിന്റെ വചനത്തിൽ യാതൊരു തെറ്റുകളുമില്ല. അതെല്ലായ്പ്പോഴും അജയ്യമാണ്, അല്ലെങ്കിൽ അതെപ്പോഴും പാപത്തിന് അതീതമായി വർത്തിക്കുന്ന ഒന്നാണ് എന്ന് വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം പറയുന്നു. ഇവിടെ അടുത്തായി നമ്മൾ ചിന്തിക്കേണ്ടത് മൂന്നാമത് അതിനെക്കുറിച്ച് പറയുന്നതാണ്. വിസ്ഡം ഫ്രം എബോവ് ഇസ് ഓൾസോ ജെന്റിൽ. അത് വളരെ ശാന്തമാണ്. സ്വർഗത്തിലുള്ള ജ്ഞാനം ശാന്തമായ ജ്ഞാനമാണ്. അത് വളരെ വിനയാന്വിതമാണ്. അത് ഈ ജ്ഞാനി എപ്പോഴും ശാന്തനായ ഒരു വ്യക്തിയായിരിക്കും. നാട്ടിലൊരു ചൊല്ലണല്ലോ, ഈ വെറും കുടം അത് വളരെ ശബ്ദമുണ്ടാക്കും, നിറകുടം ഒരിക്കലും അത് തുളുമ്പുകയില്ല. അപ്പോൾ വാസ്തവത്തിൽ അത് ശാന്തമായിരിക്കും. അത് വളരെ ആത്മനിയന്ത്രിതമായ സ്വഭാവത്തെ നമ്മിൽ ഉളവാക്കുന്ന ഒന്നായിരിക്കും. എന്ന് മാത്രമല്ല, പിന്നീട് പറയുന്നു ജ്ഞാനമുള്ള ആളുകൾ അവരെല്ലായ്പ്പോഴും കരുണാസമ്പന്നരായ ആളുകളായിരിക്കും. അവരുടെ ഹൃദയത്തിൽ മനസ്സിലും ഉണ്ടാവും, മറ്റുള്ളവരുള്ള അനുകമ്പയുണ്ടാവും, ദയുണ്ടാവും. അവരുടെ പ്രതിസന്ധികൾ അവരെ സഹായിക്കുവാൻ, അല്ലെ അവരെ ആശ്വസിപ്പിക്കുവാൻ അവർക്ക് അതിനാവശ്യമായ കൃപയും അതുപോലെ തന്നെ പരിജ്ഞാനവും ഉണ്ടാകും. പിന്നെ ഈ അടുത്തായി പറയുന്നത് ഈ ജ്ഞാനം അത് വളരെ വേഗത്തിൽ മറ്റൊരാളെ ശിക്ഷ വിധിക്കുന്നില്ല. എന്നറിയാവോ? മറ്റൊരാളെ പെട്ടെന്ന് ശിക്ഷ വിധിക്കാനോ ഒരാളെ പെട്ടെന്ന് നശിപ്പിച്ചു കളയാനോ ഒരിക്കലും യഥാർത്ഥമായ ജ്ഞാനം അനുവദിക്കുകയില്ല. പിന്നീട് ആറാമതായി പറയുന്നത് അത് സർവ ആത്മീക ഫലങ്ങളും ഉളവാക്കുന്ന ജ്ഞാനമായിരിക്കും. സ്വർഗീയമായ ഫലങ്ങൾ ഉളവാക്കുന്ന ജ്ഞാനം ആയിരിക്കും. പിന്നീട് പറയുകയാണ് അത് ഒരിക്കലും ഇങ്ങനെ ചാഞ്ചാടുന്നതല്ല. 20 മനസ്സുള്ള മനുഷ്യനെക്കുറിച്ച് ആണ് ഇവിടെ ഇലിസ്ട്രേഷനെ പറയുന്നത്. 20 മനസ്സുള്ള മനുഷ്യൻ തന്റെ വഴിയിലൊക്കെയും ആസ്ഥിരനാകുന്നു. ദ ട്രൂ ആൻഡ് റിയൽ വിസ്ഡം ഇറ്റ് നെവർ വേവറിങ്. ഒരിക്കലും അത് വേവികയില്ല, മുഖപക്ഷം കാണിക്കുന്നുമില്ല. ഒരിക്കലും മുഖപക്ഷം കാണിക്കുന്നതല്ല യഥാർത്ഥമായ ജ്ഞാനം. പിന്നീട് പറയുന്നു അത് ദൈവത്തിന് കീഴ്പ്പെടുന്നതും കർത്താവിനെ അനുസരിക്കുന്നതുമായ ജ്ഞാനമാണ്. വളരെ പ്രസംഗിക്കുകയും വളരെ ആത്മീക ശുശ്രൂഷകളിൽ ഇൻവോൾവ് ആകുകയും പക്ഷേ ദൈവവചനം പറയിക്കുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കാൻ മനസ്സിലാതിരിക്കുകയും വചനവിരുദ്ധമായ പ്രവണതകൾ പ്രവർത്തിക്കുന്ന ആളുകളോട് സഹകരിച്ചു പോവുകയും ചെയ്യുന്ന ജ്ഞാനം സ്വർഗീയമല്ല, ദൈവികമല്ല, വചനപ്രകാരമുള്ളതല്ല, പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നതും അല്ല. ഇനിയും അതിനേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺവില്ലിംഗ് ടു കോംപ്രമൈസ് വിത്ത് ട്രൂത്ത്. അതായത് അത് ഒരിക്കലും സത്യം ഉപേക്ഷിച്ച് ഇടകലരാനായിട്ട് ആഗ്രഹിക്കുന്ന ജ്ഞാനം അല്ല. ഒരിക്കലും അയോഗ്യമായ കാര്യങ്ങളുമായി അത് താതാത്മ്യപ്പെട്ടു പോകുകയില്ല. വചനവിരുദ്ധമായ പ്രവണതകളെ വചനം കൊണ്ട് എതിർക്കും. അതാണ് യഥാർത്ഥമായിരിക്കുന്ന ദൈവിക ജ്ഞാനം. ഏറ്റവും ഒടുവിൽ പറയുന്നത് അത് കപടഭക്തിയെ ഒരു നാളും അംഗീകരിക്കുകയില്ല, സ്വീകരിക്കുകയില്ല. രണ്ട് നിലയിലുള്ള മുഖഭാവം കാണിക്കുകയില്ല. ആത്മീയ ജീവിതത്തിലെ അഭിനയത്തിന് അതൊരിക്കലും വിശ്വാസിയെ കൈവിടുകയില്ല. ഇങ്ങനെ ഈ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ യഥാർത്ഥമായ ജ്ഞാനത്തിന്റെ ലക്ഷണങ്ങളും യഥാർത്ഥമല്ലാത്ത ജ്ഞാനത്തിന്റെ ലക്ഷണങ്ങളും എന്നിങ്ങനെ 2 കാര്യങ്ങളാണ് യാക്കോബ് നമ്മുടെ മുമ്പാകെ പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മെ തന്നെ ഇവിടെ ശോധന ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ജ്ഞാനമുണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുന്നു. നമ്മുടെ ജ്ഞാനം വാസ്തവത്തിൽ ഫോഷ്കിന്റെ ജ്ഞാനമാണോ, അതായത് തെറ്റായ ജ്ഞാനമാണോ? ലോകം, ജഡം, പിശാച് എന്നിവയാലുള്ള പ്രേരക ശക്തിയാൽ കലഹവും ശണ്ടയും അസൂയയും
അതുപോലെ തന്നെ ആശയക്കുഴപ്പവും സൃഷ്ടിക്കുന്ന ജ്ഞാനമാണ്. എങ്കിൽ അത് ഈ ലോകത്തിന്റെ ജ്ഞാനമാണ്, അല്ലെങ്കിൽ അത് തെറ്റായ ജ്ഞാനമാണ്. എന്നാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ജ്ഞാനം അത് ദൈവത്തിൽ നിന്ന് കടന്നു വരുന്നതും യഥാർത്ഥമായ വിശുദ്ധി സൂക്ഷിക്കുന്നതും പിന്നെ പാപത്തോട് യാതൊരു വിധത്തിൽ പൊരുത്തപ്പെടാത്തതും ശാന്തതയുള്ളതും അതുപോലെ കരുണാസമ്പന്നവും പെട്ടെന്ന് ആരെയും വിധി കൽപ്പിച്ച് മാറ്റി നിർത്താത്തതും ആത്മഫലങ്ങൾ സമൃദ്ധിയായി പുറപ്പെടുവിക്കുന്നതും ഒരു നിലയിലും ചഞ്ചലപ്പെടാതെ അചഞ്ചലമായി നിൽക്കുന്നതും ദൈവത്തിന്റെ ആത്മാവിനും ആലോചനയ്ക്കും കീഴ്പ്പെടുന്നതും പാപത്തോട് കോംപ്രമൈസ് ചെയ്യാതിരിക്കുന്നതും കപടഭക്തി ഇല്ലാത്തതുമായ നിലയിലുള്ള ജ്ഞാനമാണെങ്കിൽ ആ ജ്ഞാനം ഉയരത്തിൽ നിന്ന്, സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമാണ് എന്ന് യാക്കോബ് ഇവിടെ തീർത്ത് പറയുന്നു. ഞാൻ സമയത്തിന്റെ വിസ്തൃതി വളരെയായി പോകരുത് എന്നുള്ളതുകൊണ്ട് ഇവിടെ അത് കട്ട് ഷോട്ട് ചെയ്യുന്നു. തുടർ പഠനത്തിന് ഈ സ്റ്റഡി എല്ലാവർക്കും പ്രയോജനഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.